സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ബാക്കിയുള്ള 4 സീറ്റുകളെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നു. ആറ്റിങ്ങൽ, ആലപ്പുഴ, വയനാട്, വടകര സീറ്റുകളെ ചൊല്ലിയാണ് തർക്കം. നിലവിൽ ചർച്ചകൾ തുടരുകയാണ്. അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കെ.വി. തോമസ് സോണിയാഗാന്ധിയെ ഇന്ന് പ്രതിഷേധം അറിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് സലീം ചേരുന്നു. സന്തോഷ്, മാരത്തോൺ ചർച്ചകൾക്കൊടുവിലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിയാതെ കോൺഗ്രസ് ഇപ്പോഴും തർക്കത്തിൽ തന്നെ തുടരുകയാണ്. ഈ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ എപ്പോഴാകും പ്രഖ്യാപിക്കുക? ഒപ്പം തന്നെ ഡൽഹിയിൽ ഏതൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? ജോജറ്റ്, വലിയ തർക്കങ്ങൾക്കാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തുടക്കമിട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി 12 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക മാത്രം പുറത്തിറങ്ങി. ബാക്കിയുള്ളിടത്ത് ചൂണ്ടിക്കാണിച്ചതുള്ള തർക്കം രൂക്ഷമാണ്. വയനാട്, വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ. ഇതിൽ ആലപ്പുഴയും ആറ്റിങ്ങലും ഷാനിമോൾ ഉസ്മാൻ വേണോ അടൂർ പ്രകാശ് വേണമോ എന്നതാണ്. ആറ്റിങ്ങൽ മത്സരിക്കാൻ ആർക്കും താല്പര്യമില്ല. LDF സ്ഥാനാർത്ഥിയോട് വിജയിക്കാനാകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. ആലപ്പുഴയിലാണ് ഇരുവരും അവകാശവാദം ഉന്നയിക്കുന്നത്. ആ തർക്കം അവിടെ നിൽക്കുന്നു. വടകരയിലും വയനാടുമാകട്ടെ AI ഗ്രൂപ്പിന്റെ തർക്കമാണ്. വടകര A ഗ്രൂപ്പിന്റെ I ഗ്രൂപ്പിന്റേതാണ് വയനാട് കോൺഗ്രസിന്റെ ഒരു ഉറച്ചുകോട്ടയായി അവർ കരുതുന്നു. സ്വാഭാവികമായി അവിടെ മത്സരിക്കാനാണ് എല്ലാവരുടെയും ആവശ്യവും തർക്കവും. വയനാട് പക്ഷേ A ഗ്രൂപ്പിന് വിട്ടു നൽകില്ല എന്ന് I ഗ്രൂപ്പ് വാശിയിലായി. ഇന്നലെ രാത്രി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷവും വലിയ ചർച്ചകളുണ്ടായി. പക്ഷേ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇരുവിഭാഗവും പറയുന്നത്. ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ഉറപ്പ് പറയാനാകില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങിയേക്കാം എന്നാണ് നേതാക്കൾ പറയുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഡൽഹിയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. ഈ രണ്ടാമത്തെ പട്ടിക കൂടി വന്നതിന് ശേഷം പോകാമെന്നാണ്. അതേസമയം തന്നെ കേരളത്തിൽ വലിയ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. അത് ഹൈക്കമാൻഡിനെ ഇപ്പോൾ പല നേതാക്കളും പരാതികളിലൂടെ അറിയിക്കുന്നുണ്ട്. കെ.വി. തോമസ് എറണാകുളത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. കെ.വി. തോമസ് ഇപ്പോൾ സോണിയാഗാന്ധി ഇന്ന് കാണും, തന്റെ പ്രതിഷേധം അറിയിക്കും. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനാണ് എന്ന തരത്തിൽ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് തന്നെ ഒഴിവാക്കിയ പ്രതിഷേധം അറിയിക്കാനാണ് തന്നെയാണ് കെ.വി. തോമസ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചു. നിലവിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ നൽകിയതിനെതിരെ കാസർഗോഡ് ഘടകം ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പല മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്ന ഹൈക്കമാൻഡിന് തലവേദന ഉണ്ടാക്കുന്നത്. കാരണം ഹൈക്കമാൻഡിനെ കേരള നേതാക്കൾ ബോധ്യപ്പെടുത്തിയത് ഇത് കേരള ഘടകത്തിന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ്. ഈ നിലവിൽ ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം വിജയസാധ്യതയുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള തർക്കം ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചിരിക്കുന്നു. ഇത്ര വലിയ തർക്കം ഉണ്ടാകും എന്ന് ഹൈക്കമാൻഡും പ്രതീക്ഷിച്ചിരുന്നില്ല. സന്തോഷം, അത് തന്നെയാണ്. ഇതേ പേരുകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിലും ഇതേ മണ്ഡലങ്ങളിൽ തർക്കം ആദ്യഘട്ടങ്ങളിൽ മുതലുണ്ട്. ഒരുപക്ഷെ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായി ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പുറത്തു വിട്ടതാകാനാണ് സാധ്യത. തർക്കങ്ങൾക്ക് ഇതുവരെ പരിഹാരം ഉണ്ടായി കാണില്ല. പ്രധാനമായും ഉയർന്നു കേട്ട എറണാകുളം പോലുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം വന്ന ഉടൻ തന്നെ അതിന്റെ പ്രതിഫലനങ്ങളും നമ്മൾ കണ്ടതാണ്. ഇനി ഈ തർക്കമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ കോൺഗ്രസിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതകൾ തന്നെയല്ലേ നിലവിലുള്ളത്? ജോജറ്റ്, അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. കാരണം ഈ 4 മണ്ഡലങ്ങളുടെ തർക്കം എന്തിന്റെ കാരണത്തിലാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും. AI ഗ്രൂപ്പുകളുടെ വീതം വയ്ക്കലിനെ തുടർന്ന് സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടിപ്പോയ മണ്ഡലങ്ങളാണ് ആ 4 സ്ഥലങ്ങളും. അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും AI വിഭാഗങ്ങൾ നടത്തുന്നില്ല. ഈ വയനാട് വേണമെന്നാണ് ഐയുടെയും എയുടെയും ആവശ്യം. ഐയുടെ സിറ്റിംഗ് മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് അത് A ഗ്രൂപ്പിന് വിട്ടു നൽകില്ല എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി ടി സിദ്ദിഖിന് നൽകണം എന്ന ഒറ്റ പിടിവാശിയിൽ ടി സിദ്ദിഖ് A ഗ്രൂപ്പുകാരനായതുകൊണ്ട് തന്നെ അത് വിട്ടു നൽകിയാൽ പിന്നീട് ഒരിക്കൽ പോലും വയനാട് മണ്ഡലം തിരികെ ലഭിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള I ഗ്രൂപ്പ് നേതാക്കൾ കരുതുന്നു. അവർ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇനി ആറ്റിങ്ങലും ആലപ്പുഴയിലും നോക്കിയാലും അടൂർ പ്രകാശിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടാണ് MP സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആലപ്പുഴ വേണം. വിജയസാധ്യത അല്ലെങ്കിൽ കുറച്ചുകൂടി അല്പമെങ്കിലും മെച്ചപ്പെട്ടത് ആലപ്പുഴയിലാണ് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ആറ്റിങ്ങൽ എന്തായാലും വേണ്ട എന്ന് പറയുന്നു. ഇതേ നിലപാട് തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്. എപ്പോഴും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സീറ്റ് നൽകി അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന പതിവ്. അതുകൊണ്ട് ഇത്തവണ അത് വേണ്ട എന്ന ആദ്യം. അപ്പൊ അവര് തമ്മിലുള്ള തർക്കം അക്കാര്യത്തിൽ AI ഗ്രൂപ്പുകൾ 2 വിഭാഗം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ
ഈ 4 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ ആ 4 മണ്ഡലങ്ങൾ ഒതുങ്ങി നിൽക്കില്ല. അത് കേരളത്തിലെ മറ്റ് AI ഗ്രൂപ്പുകളുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പ്. അതുകൊണ്ടാണ് ഇത് 4 മാറ്റിവെച്ചത്. ഇന്ന് അതിലൊരു തീരുമാനം എടുക്കുമ്പോൾ പോലും ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മറ്റു മണ്ഡലങ്ങളിൽ AI ഗ്രൂപ്പുകളുടെ വലിയ തർക്കത്തിന് അതിനിടയാക്കും. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ താല്പര്യം ഇതിൽ വരും എന്നാണ് ഐ ഗ്രൂപ്പ് പറയുന്നത്. ഐ ഗ്രൂപ്പ് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. നിലവിൽ A ഗ്രൂപ്പിനാണ് മേൽക്കൈ മറ്റു മണ്ഡലങ്ങൾ. അതുകൊണ്ട് ഈ 4 മണ്ഡലങ്ങളിലും എങ്കിലും ആ സ്വാധീനം ഉറപ്പിക്കണമെന്ന് അവർ പറയുന്നു. ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുകൂടി പുറത്തു വരുമ്പോൾ തർക്കം വളരെ രൂക്ഷമാവുക തന്നെ ചെയ്യും. അതിനപ്പുറം ചില മറ്റ് രാഷ്ട്രീയ നീക്കങ്ങൾ കൂടിയുണ്ട്. KV തോമസിനെ പോലെയുള്ള ആളുകൾ ഹൈക്കമാൻഡിനെ കാണാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടത്തുന്നുണ്ട്. സീറ്റ് ചർച്ചകൾ പോലും പൂർത്തിയാകാത്ത ഒരു സാഹചര്യത്തിൽ KV തോമസിനെ പോലെയുള്ളവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം മീറ്റിംഗുകളെ ഹൈക്കമാൻഡ് എങ്ങനെ കാണും? KV തോമസിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന് ആശങ്കയുണ്ട്. കാരണം എറണാകുളം മണ്ഡലത്തിൽ കാലങ്ങളായി ജയിച്ചു വരുന്ന MP ആണ് KV തോമസ്. അദ്ദേഹത്തിന് അവിടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജാതി മത മറ്റു ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വാധീനമുണ്ട് എന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ KV തോമസിനെ ഒഴിവാക്കുമ്പോൾ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു സീറ്റ് നൽകിയില്ല എങ്കിൽ എറണാകുളത്ത് പരാജയപ്പെടും. ഇന്നലെ കേരള നേതാക്കൾ ഒന്നടങ്കം KV തോമസിനെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇത് കേരള ഘടകത്തിന്റെ ആവശ്യപ്രകാരം മാറ്റുന്നു, അതിന്റെ ഉത്തരവാദിത്വം കേരള ഘടകത്തിനായിരിക്കുമെന്നാണ്. രാഹുൽ ഗാന്ധി ആകട്ടെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തയ്യാറായില്ല. പകരം മറ്റു നേതാക്കളാണ്, പ്രത്യേകിച്ച് അംബിക സോണി അടക്കമുള്ള നേതാക്കളാണ് KV തോമസിനെ മാറ്റുമ്പോൾ അത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്നും ഇത് കേരള ഘടകത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നും അറിയിച്ചത്. ഇനി കേരള ഘടകത്തിന്റെ ഉത്തരവാദിത്വം ആണ് സ്വാഭാവികമായി ഇനി ഹൈബീഡിനെ ജയിപ്പിച്ചെടുക്കാൻ. പക്ഷെ അത് KV തോമസ് ഇല്ലാതെ എളുപ്പമാകില്ല. അവിടെ പരാജയപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. കാരണം KV തോമസ് മറ്റേതെങ്കിലും രീതിയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ കളിക്കാനുള്ള ശ്രമം എന്തായാലും ഉണ്ടാവും. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും അത്തരമൊരു സാധ്യത തള്ളിക്കളഞ്ഞില്ല. പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. അതിപ്പോൾ താൻ ആലോചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സ്ഥാനം നൽകി അനുനയിപ്പിക്കുക. ഇപ്പോൾ ബെന്നി ബെഹനാൻ UDF കൺവീനറാണ്. ബെന്നി ബെഹനാൻ ചാലക്കുടിയിലേക്ക് മത്സരിക്കുന്നതുകൊണ്ട് ആ UDF കൺവീനർ സ്ഥാനം ഒഴിവരുമെന്നും KV തോമസിന് നൽകാമെന്നും ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഉറപ്പും KV തോമസിന് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ പോലും KV തോമസുമായിട്ട് സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇതൊരു പ്രചരണമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിഷേധവുമായി സോണിയാഗാന്ധിക്ക് മുമ്പിൽ ഇന്നെത്തും. കൂടാതെ അഹമ്മദ് പട്ടേലിനെ ഇന്ന് വീണ്ടും KV തോമസ് കാണുന്നുണ്ട്. പ്രചാരണ രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ അതിനു പോലും താൻ തയ്യാറാകുമെന്നാണ് KV തോമസ് അറിയിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിലെ പ്രമുഖമായ മണ്ഡലം കൈവിട്ടു പോകുമെന്നൊരു ആശങ്ക ഹൈക്കമാൻഡ് ഇതോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള UDF കൺവീനർ സ്ഥാനം അടക്കമുള്ള പ്രചാരണങ്ങൾ ശക്തമാകുന്നത്. വ്യക്തമാണ്. സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി. KV തോമസ് തെരഞ്ഞെടുപ്പുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉമ്മൻചാണ്ടി. 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ TP പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഉമ്മൻചാണ്ടിയുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. KV തോമസ് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടി സൂചിപ്പിച്ചത്? ജോർജറ്റ്, നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താത്ത KV തോമസ് എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നടക്കമുള്ളതാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ആരാഞ്ഞത്. എന്നാൽ സമ്മന്നതനായ ഒരു നേതാവാണ് KV തോമസ് എന്നും KV തോമസ് പാർട്ടിയിൽ തന്നെ സ്ഥാനമാനങ്ങൾ വഹിച്ച് തുടരും എന്നുമാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും KV തോമസിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയതിനെ കുറിച്ചുള്ള വലിയൊരു പ്രതിഷേധം വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഇത്തരത്തിലൊരു പ്രതികരണം. മാത്രമല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മികച്ചതാണെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. ബാക്കി 4 സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് ഇന്നറിയാം. ഒരു മണ്ഡലത്തിൽ മാത്രമാണ് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ തീരുമാനമാകാത്തത്. എന്തായാലും മണ്ഡലത്തിൽ തീരുമാനമാകാത്തത് കൊണ്ടാണ് മറ്റ് 3 സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതെന്നുമാണ് ഉമ്മൻചാണ്ടി ഇന്ന് കോട്ടയത്ത് പ്രതികരിച്ചത്. പ്രശാന്ത്, ഈ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നത് തർക്കം വളരെ രൂക്ഷമാണ് എന്ന് തന്നെയാണ്. ഉമ്മൻചാണ്ടി ഇന്ന് പറഞ്ഞതും കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇത് തന്നെയാണ്. 4 മണ്ഡലങ്ങളിൽ വിവിധ പേരുകൾ പരിഗണനയ്ക്കുണ്ട് എന്ന സൂചന ഇന്നലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. തർക്കം ഏറെ രൂക്ഷമാകുന്ന സാഹചര്യം തന്നെയാണോ? തീർച്ചയായും സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച കാര്യത്തിൽ കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള തർക്കം രൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. പ്രതീക്ഷിച്ച പലരും പട്ടികക്ക് പുറത്തായതിന്റെ അമർഷവും കോൺഗ്രസിൽ തുടരുന്നുണ്ട്. ഈ അമർഷം വലിയ തരത്തിൽ വ്യാപകമാകുന്നതിന്റെ ഭാഗമായിട്ടാണ്
ഇപ്പോൾ പ്രതിരോധിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഇത്തരത്തിലൊരു പ്രതിരോധം തീർത്തുള്ളൊരു പ്രതികരണം ആണ് എന്ന് തന്നെ വ്യക്തമാകുന്നു. കാരണം KV തോമസ് അടക്കമുള്ളവരെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതിനെ കുറിച്ച് പറയാൻ അവരുടെ നേതൃത്വത്തിന് ആകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. KV തോമസ് ആകട്ടെ അവകാശപ്പെടുന്നത് മികച്ച രീതിയിൽ സാമാജികത്വം നടത്തിയ തന്നെ ഒഴിവാക്കുന്നതിന്റെ കാരണം പോലും എന്തെന്ന് വ്യക്തമാകുന്നില്ല എന്നടക്കമുള്ള KV തോമസ് പറയുന്നു. അവർ അഖിലേന്ത്യാ കോൺഗ്രസ് പരാതി അടക്കം കൊടുക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ എന്തുകൊണ്ടും അല്ലെങ്കിൽ ഇവിടെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ ഒരു പ്രതികരണവും കാണുന്നത്. കോൺഗ്രസിനടക്കം സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പട്ടികയുടെ പേരിൽ തന്നെ വലിയ തരത്തിലുള്ള കലഹങ്ങൾ നടക്കുന്നു. മാത്രമല്ല കോട്ടയം പോലുള്ള മേഖലകളിലും ഇപ്പോൾ UDF എന്നുള്ള സംവിധാനം പോലും നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള മേഖലകളിൽ വലിയൊരു പ്രതിഷേധം നിലനിന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തെമ്പാടും വലിയ തരത്തിൽ കോൺഗ്രസിന്റെ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങൾ നിന്നു. പ്രതീക്ഷിച്ച പലരും പട്ടികയ്ക്ക് പുറത്തായി. എന്തുകൊണ്ട് പുറത്തായി എന്ന് പറയുന്നില്ല. മാത്രമല്ല പുറത്തായ പലരും അവകാശപ്പെടുന്നത് തങ്ങൾ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. എന്നാൽ പലപ്പോഴായി പരാജയം സംഭവിച്ചിട്ടുള്ള ആളുകൾ വീണ്ടും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൊണ്ടുവന്നത് എന്നതിന്റെ പേരിലാണെന്ന് അടക്കമുള്ള തർക്കങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിരോധം തീർത്തുകൊണ്ട് സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് ഉമ്മൻചാണ്ടി എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് KV തോമസ് സമ്പന്നനായ നേതാവാണെന്നും KV തോമസിനെ പട്ടികയിൽ തന്നെ മികച്ച സ്ഥാനങ്ങൾ നൽകി തുടർന്ന് KV തോമസ് മികച്ച ഒരു പാർട്ടിയിൽ തന്നെ മികച്ച സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിനകത്ത് ആഭ്യന്തര കലഹം മൂർച്ഛിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അതായത് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി തർക്കമുള്ളവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഇപ്പോൾ KV തോമസിന് പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് UDF കൺവീനർ സ്ഥാനം ഒഴിവ് വരികയാണ്. ആ സ്ഥാനത്തേക്കുള്ള പരിഗണന നൽകാം എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണോ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്ന് ആദ്യഘട്ടമായി നിരീക്ഷിക്കാനാകുക? തീർച്ചയായും അത്തരത്തിൽ അസംതൃപ്തരായ ആളുകളെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു അനുനയ നീക്കത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. സംസ്ഥാന നേതൃത്വം അത് പോകുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഇന്ന് പുലർച്ചെയുള്ള ഉമ്മൻചാണ്ടി വാക്കുകളിലൂടെ തന്നെ അത് വ്യക്തമാകുന്നത്. കാരണം ഈ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നവരെ മറ്റൊരു തരത്തിൽ അനുനയിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് UDF കൺവീനർ സ്ഥാനം അതുപോലെ തന്നെ പാർട്ടിയിൽ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക അങ്ങനെയുള്ള ചില നീക്കുപോക്കുകളാണ് ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു അനുനയ ശ്രമങ്ങൾ ഇതിനകത്ത് പൊതുവായി തുടരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ. അതുകൊണ്ട് തന്നെ KV തോമസിന് മുന്നിൽ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ അതായത് UDF കൺവീനർ സ്ഥാനം അടക്കമുള്ള ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ KV തോമസ് വഴങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് യാതൊരു തരത്തിലും അല്ലെങ്കിൽ പരാജയമൊന്നും സംഭവിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാമാജികനെ മറ്റ് സിറ്റിംഗ് എംപിമാർക്ക് ഇപ്പോൾ ഇടുക്കിയിൽ പത്തനംതിട്ടയിലടക്കം പ്രത്യേകിച്ച് ആന്റണിക്ക് പത്തനംതിട്ടയിലടക്കം സീറ്റ് നൽകിയപ്പോൾ എന്തുകൊണ്ട് തന്നെ തഴഞ്ഞു എന്നുള്ളതാണ് KV തോമസ് അടക്കമുള്ളവർ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് KV തോമസ് വഴങ്ങിയില്ല എങ്കിൽ വലിയ തരത്തിലേക്കുള്ള പോർവിളികളിലേക്ക് കോൺഗ്രസിന്റെ ആഭ്യന്തര തർക്കങ്ങൾ മാറും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. വ്യക്തമാണ്. KV തോമസ് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചിരിക്കുന്നു. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സിറ്റിംഗ് MP KV തോമസ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തി. കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിയാൻ ആർക്കുമാകില്ല, എന്തു ചെയ്യണമെന്നറിയാമെന്ന് KV തോമസ് ദില്ലിയിൽ പ്രതികരിച്ചു. എറണാകുളം സീറ്റ് നിഷേധിച്ചത് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കാണെന്നും KV തോമസ് പറഞ്ഞു. തികച്ചും ആസൂത്രിതമായിട്ടായിരുന്നു KV തോമസിനെ എറണാകുളത്ത് നിന്നും AI ഗ്രൂപ്പുകൾ സംയുക്തമായി പുറത്താക്കിയത്. സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ KV തോമസിന് സീറ്റ് നൽകാനാവില്ല എന്നത് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് നേതാക്കൾ അറിയിച്ചു. കേരള ഘടകത്തിന്റെ തീരുമാനത്തെ രാഹുൽ ഗാന്ധി എതിർത്തില്ല. KV തോമസിനെതിരെ എറണാകുളം ജില്ലയിലെ MLA-മാരുടെ കത്തും നേതാക്കൾ ഹൈക്കമാൻഡിന് കൈമാറി. ഇതോടെ KVക്ക് പുറത്തോട്ടുള്ള വഴി തെളിഞ്ഞു. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ KV തോമസ് പ്രതികരിച്ചു. രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ഷോക്കാണ്. ഇപ്പൊ ഞാൻ ഷോക്ക്ഡ് ആൻഡ് പെയിൻഡ്. കാരണം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായത്. ഞാൻ സ്വപ്നം പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിയാനാകില്ല. ഹൈബീഡന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും KV തോമസ് വ്യക്തമാക്കി. എന്നെ അങ്ങനെ ആർക്കും കറിവേപ്പിലായിട്ട് കളയാൻ കഴിയത്തില്ല. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ പ്രവർത്തന രംഗത്തുണ്ടാകും. ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ജനങ്ങളുടെ വിഷമങ്ങളിലും ജനങ്ങളുടെ വേദനകളിലും ഞാൻ അവരോടൊപ്പം ഒന്നുണ്ടാകും. പാർട്ടിക്ക് എന്നെ വേണ്ട എങ്കിൽ, എൻ്റെ സേവനം വേണ്ട എങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യത്തെ തള്ളാതെയാണ് KV തോമസ് പ്രതികരിച്ചത്.
ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിക്കേണ്ട സന്ദർഭമല്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ, സാധാരണ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന എൻ്റെ ഫാമിലി കോൺഗ്രസ്സാണ്, ഞാനും കോൺഗ്രസ്സാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. തനിക്ക് ഗ്രൂപ്പില്ലെന്നും KV തോമസ് പറഞ്ഞു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഹൈക്കമാൻഡ് വഴി ചില നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ അർദ്ധരാത്രിയോടെയാണ് 12 മണ്ഡലങ്ങളിൽ മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. എറണാകുളത്ത് നിന്ന് KV തോമസിനെ പുറത്താക്കി ഹൈബി ഈഡന് പകരം സീറ്റ് നൽകി. തർക്കം രൂക്ഷമായ ആറ്റിങ്ങൽ, ആലപ്പുഴ, വയനാട്, വടകര സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. KV തോമസ് ഒഴികെ സിറ്റിംഗ് എംപിമാർക്കെല്ലാം സീറ്റ് നൽകിയ കോൺഗ്രസ് എറണാകുളത്ത് ഹൈബി ഈഡന് സ്ഥാനാർത്ഥിത്വം നൽകി. കാസർഗോഡ് വലിയ അട്ടിമറി നടന്നു. അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്ന സുബ്ബറാവുവിനെ വെട്ടി കൊല്ലത്തെ നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് സീറ്റ് നൽകി. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസ്, ചാലക്കുടിയിൽ UDF കൺവീനർ ബെന്നി ബേനാൻ എന്നിവർ മത്സരിക്കും. തൃശൂരിൽ TN പ്രതാപനും ആലത്തൂരിൽ രമ്യ ഹരിദാസിനെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാലക്കാട് VK ശ്രീകണ്ഠനും കണ്ണൂരിൽ K സുധാകരനും സ്ഥാനാർത്ഥികളായി. ആറ്റിങ്ങൽ, ആലപ്പുഴ, വയനാട്, വടകര മണ്ഡലങ്ങളിൽ തർക്കം രൂക്ഷമാണെന്ന് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും സമ്മതിച്ചു. വയനാട്, ആലപ്പുഴ ആൻഡ് ആറ്റിങ്ങൽ ഈ 3 സീറ്റുകൾ തീരുമാനമായിട്ടില്ല. കുറച്ചുകൂടി ഡിസ്കഷൻ ആവശ്യമുള്ളത് കൊണ്ട് അത് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കുകയാണ്. അത്രേ ഉള്ളൂ. 16 സീറ്റിൽ 13 സീറ്റിലെ ഈ സ്ഥാനാർത്ഥികളുടെ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കൂടിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ അടൂർ പ്രകാശിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും പേരാണ് സജീവം. പക്ഷേ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് ഇരുവരും അറിയിച്ചു. വയനാട് സീറ്റിനായി AI ഗ്രൂപ്പുകൾ പിടിവലി ശക്തമാണ്. T സിദ്ദിഖിനായി A ഗ്രൂപ്പ് മണ്ഡലം ആവശ്യപ്പെട്ടെങ്കിലും I ഗ്രൂപ്പ് വിട്ടു നൽകാൻ തയ്യാറായില്ല. വടകരയിൽ സിദ്ദിഖിനെ മാറ്റി VV പ്രകാശിനെയോ അബ്ദുൾ മജീദിനെയോ വയനാട് മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. പക്ഷേ ഉമ്മൻചാണ്ടി സിദ്ദിഖിനായി പിടിമുറുക്കിയതോടെ സ്ഥാനാർത്ഥി പട്ടിക നിർണയം പാളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്മോഹൻ ഉണ്ണിത്താന് സീറ്റ് നൽകിയതിനെതിരെ കാസർഗോഡ് വ്യാപക പ്രതിഷേധം. DCC അംഗങ്ങൾ രാജിവെച്ചേക്കുമെന്ന സൂചന. സീറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സുബ്ബയ്യ റായ് KPCC ഭാരവാഹിത്വം രാജിവെച്ചേക്കും. കാസർഗോഡ് DCC പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് DCC അംഗങ്ങൾ KPCCക്ക് നിവേദനം നൽകി. വലിയ സംഭവ വികാസങ്ങളാണ് കാസർഗോഡ് ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി ജോസഫ്, അപ്രതീക്ഷിതമായി ഒരു സ്ഥാനാർത്ഥി എത്തി എന്നതിന്റെ നിരാശയിലാണോ കാസർഗോഡ് DCC? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജോർജറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് തന്നെ പൊടുന്നിനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രവേശനം. DCC നേതൃത്വം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. മറ്റ് എവിടെയും സീറ്റ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ജോർജറ്റ് ഇവിടെ അദ്ദേഹത്തിന് കാസർഗോഡ് സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള ആരോപണം. മത്സരിച്ച എല്ലാ മിക്കവാറും തെരഞ്ഞെടുപ്പുകളിലും തോറ്റ ചരിത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താനുള്ളത്. അണികൾക്കിടയിൽ സ്വാധീനമില്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോട്ടേക്ക് അടിച്ചേൽപ്പിച്ചു എന്നൊരു പ്രതിഷേധം ആണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, പ്രത്യേകിച്ച് DCC ഭാരവാഹികൾക്കിടയിൽ തന്നെയുള്ളത്. 18ഓളം DCC ഭാരവാഹികളും അംഗങ്ങളും ഇന്ന് യോഗം ചേരുകയാണ് വൈകിട്ട്. പരസ്യമായ പ്രതിഷേധത്തിന് അവർ തയ്യാറായിട്ടില്ല. പക്ഷെ ഇന്നലെ സുബ്ബയ്യ റൈയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ യോഗം ചേർന്നത്. യോഗം എന്ന് പറയാൻ പറ്റില്ല, ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് കാത്ത് DCC ഭാരവാഹികൾ, DCC പ്രസിഡന്റ് അക്കിംകുന്നിൽ ഉൾപ്പെടെ അതുപോലെ UDFന്റെ നേതാക്കളൊക്കെ DCC ഓഫീസിലുണ്ടായിരുന്നു. സുബ്ബയ്യ റൈയുടെ ഔദ്യോഗിക പ്രഖ്യാപനം, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം കാത്ത് നിന്നിരുന്ന അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഏതാണ്ട് രാത്രി 9 മണിയോടുകൂടി രാജ്മോഹൻ ഉണ്ണിത്താനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ നിരാശരായ UDF നേതാക്കളും DCC ഭാരവാഹികളും എല്ലാം പുറത്തേക്കിറങ്ങി. സുബ്ബയ്യ റൈയുടെ അനുയായികളും പ്രവർത്തകരുമെല്ലാം ശക്തമായ പ്രതിഷേധം ഉയർത്തി. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പരസ്പരം ചീത്ത വിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നലെ DCC ഓഫീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുൻകൈ എടുക്കുന്ന പ്രധാനമായിട്ട് I വിഭാഗമാണ്. I വിഭാഗത്തിൽ തന്നെ അതോടൊപ്പം മറ്റ് ഗ്രൂപ്പിന് അതീതമായി തന്നെ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾ എല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് DCC പ്രസിഡന്റ് അക്കിംകുന്നിനെതിരെയും പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു. യഥാർത്ഥ സ്ഥിതി കാസർകോട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം KPCC നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും ബോധ്യപ്പെടുത്തുന്നതിൽ DCC പ്രസിഡന്റ് പരാജയപ്പെട്ടു എന്ന നിലയിലുള്ള പ്രതിഷേധമാണ് ഇവർ ഉയർത്തുന്നത്. DCC പ്രസിഡന്റിനെ ഒരു വിഭാഗം കോൺഗ്രസുകാർ, കാസർകോട്ട് ഒരു വിഭാഗം ഭാരവാഹികളും
അംഗീകരിക്കാത്ത സ്ഥിതി കുറച്ചു കാലമായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ബഹിർസ്ഫുരണം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം രാജ്ഭവൻ ഉണ്ണിത്താനെ അംഗീകരിക്കുമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. കാരണം ഹൈക്കമാൻഡ് നിശ്ചയിച്ച സ്ഥാനാർത്ഥി അംഗീകരിക്കും, പക്ഷേ പ്രവർത്തകർ നിർജ്ജീവമായിരിക്കും. സംഘടനാ തലത്തിൽ വലിയ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാവില്ല. ഇതോടൊപ്പം തന്നെ രാജ്ഭവനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഒരു നേതാക്കൾ ശ്രമം നടത്തുന്നുണ്ട്. രാജ്ഭവനെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ സാധാരണഗതിയിൽ പ്രാദേശിക പ്രതിഷേധത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് പിൻവലിക്കുന്ന ഒരു രീതി കോൺഗ്രസിലില്ല. അതുകൊണ്ട് തന്നെ രാജ്ഭവൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം മരവിപ്പിക്കാനുള്ള സാധ്യതയില്ല. രാജ്ഭവൻ ഉണ്ണിത്താൻ നാളെ കാസർഗോഡ് എത്തും. നാളെ മുതൽ അദ്ദേഹം പ്രചാരണം ആരംഭിക്കും എന്നാണ് KPCC അധ്യക്ഷൻ ഹക്കിംകുന്നിൽ നമ്മോട് പറഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി 4 മണിയോടുകൂടി തന്നെ പ്രതിഷേധത്തിന്റെ പരസ്യ രൂപം നമുക്ക് ലഭ്യമാകും. 4 മണിക്ക് ശേഷം പ്രതികരിക്കാം, മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നാണ് ഇത് സംബന്ധിച്ച ഒരു DCC ഭാരവാഹി നമ്മോട് പറഞ്ഞത്. അത് വൈകിട്ടോടുകൂടി തന്നെ പ്രതികരണം ഉണ്ടാവും. ഒരുപക്ഷെ ഇവരെ സമാധാനിപ്പിക്കുന്നതിനും പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടെ സുബ്ബയ്യ KPCC അംഗമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ MP ആയിട്ടുള്ളത്. കാസർഗോഡ് 1984 ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിലായിരുന്നു അന്ന് അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷം കോൺഗ്രസിന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. സുബ്ബയ്യ അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയിലുള്ളൊരു പരിഗണന കോൺഗ്രസ് നൽകിയിരുന്നു. മാത്രമല്ല കന്നഡ, തുളു ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും സ്വാധീനങ്ങളൊക്കെ കോൺഗ്രസ് പരിഗണിച്ചുകൊണ്ടായിരുന്നു അവസാന നിമിഷം വരെ പട്ടികയിൽ 1ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹത്തിന്. സണ്ണി ജോസഫ്, ഇന്ന് വലിയ കൂട്ടരാജി ഉണ്ടാകാനുള്ള സാധ്യതകളാണോ കാസർഗോഡ് നിന്നുള്ളത്? വൈകുന്നേരത്തോടു കൂടി മാത്രമേ അതിന്റെ ഒരു വ്യക്തത നമുക്ക് കൈവരുള്ളൂ. 18ഓളം ഭാരവാഹികൾ രാജിവെക്കാൻ ഇടയുണ്ട് എന്ന നിലയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതുവരെയും പരസ്യ പ്രതികരണത്തിന് നേതാക്കൾ ആരും തയ്യാറാകുന്നില്ല. അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്നുള്ള ആശങ്ക കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾക്കുണ്ട്. എന്നാൽ മാധ്യമങ്ങളുമായി തങ്ങൾക്കുള്ള പ്രതിഷേധങ്ങൾ ഷെയർ ചെയ്യുന്നതിന് അവർ തയ്യാറാകുന്നുണ്ട്. പ്രതികരണങ്ങൾ വൈകുന്നേരം തരാം. ഇപ്പോൾ KPCCയെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. KPCC എന്ന നിലപാട് സ്വീകരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരത്തോടുകൂടി തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന നിലയിലാണ് DCC ഭാരവാഹികൾ നമ്മോട് പറയുന്നത്. ജോർജ്, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടും പ്രചരണത്തിന് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതിന് പോലും ഉന്നത നേതാക്കൾ, ഹൈക്കമാൻഡ് അടക്കമുള്ള ആളുകൾ ഇടപെടേണ്ട ഒരു സാഹചര്യം. ഒരുപാട് ചുമരെഴുത്തുകൾ വന്നിട്ടുണ്ട്. DCC സ്ഥാനാർത്ഥിയുടെ പേര് കിട്ടിയാൽ അപ്പോൾ എഴുതി ചേർക്കുന്നതിന് വേണ്ടി ധാരാളം ചുമരെഴുത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെയും പേര് രാജ്ഭവൻ ഉണ്ണിത്താന്റെ പേര് ഇനി എഴുതി ചേർത്തിട്ടില്ല എന്നുള്ളത് തന്നെ കോൺഗ്രസുകാർക്കിടയിലുള്ള പ്രതിഷേധ ആശങ്കകളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത സാധാരണഗതിയിൽ വിരളമാണ്. ഇനി രാജ്ഭവൻ ഉണ്ണിത്താൻ തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം താൻ കാസർഗോഡേക്ക് വരുന്നില്ല എന്ന് തീരുമാനം എടുത്താൽ മാത്രമേ അങ്ങനെ ഒരു സാധ്യത. എന്തായാലും കാസർഗോഡ് വലിയ പ്രതിസന്ധിയാണ് തുടരുന്നത്. രാജ്ഭവൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയായി എത്തിയത് DCC അംഗീകരിക്കുന്നില്ല. ഒരു വിഭാഗം DCC പ്രവർത്തകർ KPCCക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഹൈക്കമാൻഡ് അടക്കമുള്ള ആളുകളെ പ്രതിഷേധം അറിയിക്കാനുള്ള നീക്കമാണ് കാസർഗോഡ് നടക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് മറ്റൊരു പുതിയ വാർത്ത വരുന്നു. KV തോമസിനെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കാണുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ചെന്നിത്തല അദ്ദേഹത്തെ KV തോമസിനെ കണ്ടോ? ജോർജറ്റ്, രമേശ് ചെന്നിത്തല ഇപ്പോൾ കേരള ഹൗസിലാണ്. KV തോമസ് ആട്ടെ അദ്ദേഹത്തിന്റെ വസതിയിലും. KV തോമസ് രാവിലെ തന്നെ പല പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തുകയാണ്. തന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചാണ് ചർച്ച. അദ്ദേഹം നിലവിൽ ഹൈബീഡിന് വേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. എന്ന് മാത്രമല്ല, കേരള ഘടകത്തിനെതിരെ ഇനിയും രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി കേരള ഹൗസിൽ തങ്ങുന്ന രമേശ് ചെന്നിത്തല KV തോമസിനെ കാണാൻ പോകുന്നത്. 10 മണിയോടുകൂടി KV തോമസിന്റെ വസതിയിലെത്തി രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കാണും. നിലവിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള കോൺഗ്രസിനെതിരായ വിമർശനമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വിമർശനങ്ങളോ നിർത്തിവെക്കണം എന്നായിരിക്കും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുക.
UDF കൺവീനർ സ്ഥാനം അടക്കമുള്ളവ നേരത്തെ അഭ്യൂഹമായി പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഇതൊന്നും ഔദ്യോഗികമായിട്ടൊന്നും കെ വി തോമസിനെ അറിയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അപ്പോ ഇനി ഇത്തരത്തിൽ ഇപ്പൊ രമേശ് ചെന്നിത്തല അങ്ങോട്ട് ചെല്ലുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് നൽകുമോ എന്നാണ് അറിയേണ്ടത്. കാരണം നിലവിൽ കെ വി തോമസ് ഇല്ലാതെ എറണാകുളത്ത് മത്സരിക്കുക ജയിക്കുക അത്ര എളുപ്പമല്ല. അത് കോൺഗ്രസിന് അറിയാം. അദ്ദേഹത്തിന് പിണക്കാതിരിക്കാനും വയ്യ. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ തന്നെ നേരിട്ട് കെ വി തോമസുമായി ചർച്ചയെടുത്താൻ നിയോഗിച്ചിരിക്കുന്നത്. ഈ ചെറിയ ഒരു കാര്യമായി ഈ തർക്കങ്ങളെ കാണാൻ കഴിയില്ല. നിരവധി അസംതൃപ്തർ കോൺഗ്രസിലുണ്ട്. നമ്മൾ ടോം വടക്കൻ അടക്കമുള്ള ആളുകളുടെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഒരു വാഗ്ദാനങ്ങൾ കൊണ്ട് വഴങ്ങുന്ന ഒരു സമീപനം തന്നെയാണോ കെ വി തോമസിന്റെ ഭാഗത്തു നിന്നുള്ളത്? ഒരുപക്ഷെ അദ്ദേഹം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ തോതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ്. അദ്ദേഹം ഈ UDF കൺവീനർ എന്നപ്പോ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ വഴങ്ങുമോ? ജോർജറ്റ്, ഇന്നലെ കെ വി തോമസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശ്രദ്ധിക്കുക, അദ്ദേഹത്തോട് പലതവണ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, താങ്കൾ കോൺഗ്രസിൽ തന്നെ നിൽക്കുമോ, BJP-യിൽ പോകുമോ എന്ന ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതിനോട് ഇല്ല എന്നല്ല അദ്ദേഹം പ്രതികരിക്കുന്നത്. അത് തള്ളിക്കളയുന്ന പോലുമില്ല. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്ന് മാത്രമാണ്. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ് കുടുംബാംഗമാണെന്ന് പറയുന്നെങ്കിൽ പോലും ഭാവി കാര്യങ്ങൾ പറയുന്നില്ല. തന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയാൻ കഴിയുകയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം എന്നൊക്കെയാണ് കെ വി തോമസ് വ്യക്തമാക്കുന്നത്. ഇത്രയേറെ കാലം പ്രവർത്തന പരിചയമുള്ള അദ്ദേഹത്തിന് എറണാകുളത്ത് വലിയ സ്വാധീനമുണ്ട്. എറണാകുളത്ത് കോൺഗ്രസ് വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് സ്ഥിരം ഒരു മണ്ഡലമായി എറണാകുളത്തെ നിലനിർത്തിയതിനു പിന്നിൽ കെ വി തോമസിന്റെ കഴിവുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് പിണക്കിയാൽ പ്രശ്നമല്ല. പക്ഷേ ഗ്രൂപ്പുകൾക്കാട്ടെ അദ്ദേഹത്തിന് വേണ്ടതുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വോട്ട് വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഇപ്പോൾ അനുനയ ശ്രമമൊക്കെ നടത്തുന്നത്. പക്ഷെ അത് കെ വി തോമസിന് അറിയാം. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും സംയുക്തമായിട്ടാണ് തന്നെ പുറത്താക്കിയതെന്നറിയാം. ഇതിനായി കുറെ കാലങ്ങളായി ചരടുവലി നടത്തുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ കെ വി ഒരു സാധാരണ രീതിയിൽ അതിന് പെട്ടെന്ന് വഴങ്ങാനുള്ള സാധ്യതയില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്ക് നേരിടാൻ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തിയാൽ അത് കോൺഗ്രസിന് ഗുണകരമാകില്ല. എറണാകുളത്ത് മാത്രമല്ല, ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങളുള്ള മറ്റു പല മണ്ഡലങ്ങളിൽ പോലും അത് കോൺഗ്രസിന് തിരിച്ചടിയാകും. ആ ഭയം ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നടത്തുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങുന്നത് വരെ അദ്ദേഹം ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയും പിന്നീട് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പേരില്ലാതെ ഹൈബീഡിനെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. സിറ്റിംഗ് എംപിമാർ ആകെയുള്ളത് 8. അതിൽ 7 പേർക്ക് നൽകിയപ്പോൾ ഒരാളെ മാത്രം ഒഴിവാക്കി. അപ്പോൾ ഇതൊക്കെ ഇനി നേതൃത്വം കെ വി തോമസിനോട് വിശദീകരിക്കേണ്ടി വരും. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു സ്ഥാനം നൽകി അനുനയിപ്പിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതത്ര എളുപ്പമല്ല. ജോർജറ്റ്, എന്തായാലും തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ദില്ലിയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനിടെയാണ് അനുനയ ചർച്ചകൾ നടക്കുന്നത്. എന്ത് അപ്രതീക്ഷിത നീക്കങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും ദില്ലിയിൽ സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് സന്തോഷം പറഞ്ഞു വെക്കുന്നത്.